ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെനിസ്കിച്ചൻ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ഇൻസ്റ്റൻറ്റ് അപ്പമാണ്. അരിപ്പൊടി ഒന്നും ഇല്ലാതെ റവ കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. എന്നാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ പിന്നെ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാനായി ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഈ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തോ ഏതായാലും ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ മൈദ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുത്താലും ഒരു കുഴപ്പവുമില്ല. ഗോതമ്പ് പൊടിയും 2 ടേബിൾ സ്പൂൺ തന്നെ എടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. റവ അപ്പത്തിൽ അധികം ആരും അങ്ങനെ തേങ്ങ ചേർക്കാറില്ല, പക്ഷെ കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്താൽ അപ്പം തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളും ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്, അതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് മാവ് പെട്ടെന്ന് തന്നെ പുളിച്ചു പൊങ്ങുന്നതായിരിക്കും. ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കില്ല. ഇളം ചൂടുള്ള ഇച്ചിരി വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. നമുക്കറിയാലോ ദോശയ്ക്കും അപ്പത്തിനും എത്രമാത്രം വെള്ളം വേണമെന്ന്. ആ ഒരു രീതിക്ക് തന്നെ വെള്ളം ചേർത്ത് മാവ് തയ്യാറാക്കാം. ഇനി ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. റവയുടെ തരി ഒട്ടുമില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞിട്ടിട്ടുണ്ട്. നമ്മുടെ ദോശയുടെ മാവിൻ്റെയൊക്കെ പരുവത്തിൽ തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. അപ്പോഴാണ് നമ്മുടെ ഈസ്റ്റൊക്കെ ആക്റ്റീവായി മാവ് നല്ലതുപോലെ പൊങ്ങി വരുള്ളൂ. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അടച്ചൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രം മതി മാവ് പൊങ്ങി വരാൻ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി നോക്കാം. ഇതേ നമ്മുടെ അപ്പത്തിനുള്ള മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ദോശയുടെയും അപ്പത്തിൻ്റെയൊക്കെ രീതിക്ക് തന്നെ നമ്മുടെ മാവും നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം റെഡിയാക്കാൻ തുടങ്ങാം. ഞാൻ അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. തീ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് അപ്പം എല്ലാം റെഡിയാക്കിയെടുക്കാൻ. ഇപ്പോൾ ഇതേ അപ്പത്തിൽ ചെറിയ ചെറിയ ബബിൾസ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പത്തിൻ്റെ ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതേ ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ റവ അപ്പം എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം ദോശയ്ക്കുള്ള മാവോ അപ്പത്തിനുള്ള മാവോ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മടിയുള്ളൊരു ദിവസം പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരപ്പമാണിത്. എല്ലാവരും ഇത് തീർച്ചയായും ഒരു തവണയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്